Morning. Good morning, ma'am. Morning. Good morning. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. PDF കാണാമോ? നിങ്ങൾ ടീച്ചറാന്ന് ചോദിച്ചല്ലേ ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാനുണ്ടോ? ടെർമിനോളജി മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ തുടങ്ങിയത്. ഒരു ചാപ്റ്റർ കൂടി ഉണ്ടായില്ലേ? പറഞ്ഞില്ല എല്ലാരും. സ്പില്ലേജ് ബേസ്ഡ് എടുത്തിട്ടില്ല. ഗുഡ് മോർണിംഗ് ഷെഫാന. എടുക്കാട്ടോ. അപ്പൊ സഫിക്സ് വരെ ടീച്ചർ എടുക്കുള്ളൂ. പ്രിഫിക്സും സഫിക്സ് എടുത്ത് തീർത്തിട്ട് നമുക്ക് ചാപ്റ്റർ സ്പിൽ മാനേജ്മെന്റോ സ്പില്ലേജ് ബേസ്ഡ് എടുക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇതൊക്കെയുണ്ടോ? സുഖാണോ? സുഖം. സുഖം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കാൻ പറ്റില്ലണോ? ഇന്ന് നമുക്ക് ഈ ഗുരുവായൂർ ഏകാദശി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഏകാദശി എടുക്കുന്ന ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കുള്ളൂ, കഴിക്കില്ല. സുഖാണോ? സുഖമാണ്. എല്ലാവരും കഴിച്ചു? നിങ്ങൾ കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ആണോ അമൃത? നമ്മളിത് ഇന്ന് എടുത്തില്ലേ? അപ്പൊ ഏകാദശി എടുത്തില്ല അമൃത? ഇല്ല. പോയോ? ഗുരുവായൂർ പോയിരുന്നോ?
ഇല്ലടോ, വീട് എവിടെയാ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്ത് തന്നെ വീട്, എറണാകുളത്ത് തന്നെ, പറവൂര്. ഓക്കെ. ശ്രുതിയുടെ വീട് എവിടെയാ? പറവൂര്. വഴിക്കുളങ്ങര. ഓക്കെ. ക്രിസ്ത്യാനിയാന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണോ അങ്ങനെ വിചാരിച്ചു? പൊട്ടുവിടാത്തതാണോ? പൊട്ടൊന്നും ഉണ്ടാകില്ല, തോന്നണം. ഒരു പൊട്ടിലൊക്കെ എന്തിരിക്കുന്നതോ. പക്ഷെ ഇന്ന് പൊട്ട് കൊണ്ടുവന്നു കേട്ടോ, കാണാൻ പറ്റില്ല. തൊട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാവരും എത്തിയോ? ചട്ട് ചെയ്താലോ? ഓക്കെ. നമ്മള് 90 വരെയല്ലേ എടുത്തിരുന്ന പ്രിഫിക്സ്? 90 വരെ പ്രിഫിക്സ് എടുത്തിരുന്നു. 91 മുതൽ കേട്ടോ. ഓക്കെ. 91 പാരാ ബിസൈഡ് അരികെ. 91 പാരാ ബിസൈഡ് അരികെ. അറിയാലോ, ടിക്ക് ചെയ്യാനുള്ളത് പറഞ്ഞിടും, അപ്പൊ ടിക്ക് ചെയ്ത് പോവാട്ടോ. 92 ടിക്ക് ചെയ്യണം കേട്ടോ. പത്തോളജിസ്റ്റ് എന്ന് പറയില്ല നമ്മള്. പത്തോ എന്താണ്? റിലേറ്റിംഗ് ടു ഡിസീസുമായി ബന്ധപ്പെട്ട കേട്ടോ. പത്തോളജിസ്റ്റ് അറിയില്ലേ? ടിക്ക് ചെയ്യാം കേട്ടോ. 92 ടിക്ക് ചെയ്യാം. 92 ടിക്ക് ചെയ്യാം. ഓക്കെ. 93 പെർ ത്രൂ, കൂടി, ഇടയിലൂടെ എന്നൊക്കെ ഒരു മീനിങ് കേട്ടോ. പെർ ത്രൂ, ഇടയിലൂടെ അല്ലെങ്കിൽ കൂടി എന്നൊരു മീനിങ്. 94 ടിക്ക് ചെയ്യാം. പെരി. 94 പെരി. പെരി എന്താണ്? അറൗണ്ട്. അടുത്ത എന്നൊരു മീനിങ് കേട്ടോ. അറൗണ്ട് എന്നൊരു മീനിങ് ആണ്. 94 ടിക്ക് ചെയ്യാം. പെരി. പെരി വെച്ച് ഏതെങ്കിലും ഒരു വാക്ക് അറിയാമോ? പെരി. എന്താണ് പെരി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും മെഡിക്കൽ ടൈം അറിയോ? പെരി ഫസ്റ്റ് വരുന്നത്? പെരിഫെറൽ, പെരിസ്റ്റൈൽസ്. ഓക്കെ. പെരികാർഡിയം അല്ലെ? പെരിറ്റോണിയൽ. ഓക്കെ. 92, 94. ഗുഡ് മോർണിംഗ് ശരണ്യ. Then next 95 fago. Liking to eat. മായി ബന്ധപ്പെട്ട കേട്ടോ. ഫാഗോ. 95 ഫാഗോ. PDF എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? നോക്കണേ. fago relating to eat. Next 96 farigo. എന്താണ്? relating to throat or pharynx. ശ്വാസനാളവുമായി ബന്ധപ്പെട്ട കേട്ടോ. Okay, relating to throat or pharynx. Farigo. Then 97 ടിക്ക് ചെയ്യാം കേട്ടോ. 97 ഫില്ലബോ. relating to vein. ഫില്ലബോട്ടമി എന്നൊക്കെ പറയില്ലേ? ഫില്ലബോ എന്താണ്? റിലേറ്റിംഗ് ടു വെയിനുമായി ബന്ധപ്പെട്ടത്. ടിക്ക് ചെയ്യാം കേട്ടോ. 97 ടിക്ക് ചെയ്യാം. 97 ടിക്ക് ചെയ്യാം കേട്ടോ. 97 ഫില്ലബോ റിലേറ്റിംഗ് ടു വെയിൻ. 98 ടിക്ക് ചെയ്യാം. 98 ടിക്ക് ചെയ്യാം. ന്യൂമോ. Pneumonia relating to lungs, air or respiration. Pneumo. ടിക്ക് ചെയ്യാം കേട്ടോ. ന്യൂമോ എന്താണ്? മീനിങ് എന്താണ്? റിലേറ്റഡ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ. ഓക്കെ.
99 പോളി. പോളി എന്താണ് മീനിങ്? എന്താ? മൾട്ടി എന്നൊരു മീനിങ് കേട്ടോ. മൾട്ടി. പോളി മീൻസ് മൾട്ടി. നെക്സ്റ്റ് പോസ്റ്റ്. പോസ്റ്റ് എന്താണ്? ആഫ്റ്റർ ഓർ ബിഹൈൻഡ്. പോസ്റ്റ് ആഫ്റ്റർ ഓർ ബിഹൈൻഡ്. നോട്ട് വൺ പ്രീ. പ്രീ എന്താണ്? ബിഫോർ. ബിഫോർ. നോട്ട് ടു പ്രോ. ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ് എന്നൊക്കെ ഒരു മീനിങ് കേട്ടോ. പ്രോ എന്ന് പറയുന്നത് എന്താണ്? ബിഫോർ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ്. ദെൻ 103 പ്രോപ്റ്റ്. പ്രോപ്റ്റ് relating to rectum. Prompt. ഒരു മിനിറ്റ്. ജസ്റ്റ് എടുത്ത് അത്ര ഒന്ന് വായിച്ചു നോക്കണേ. ഒരു മിനിറ്റ് കേട്ടോ. പേജ് തീരുമ്പോ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ ഏതൊക്കെ മാർക്ക് ചെയ്തിരുന്ന. ഓക്കെ. നെക്സ്റ്റ് 103 പ്രോക്ടോ. പ്രോക്ടോ എന്താണ്? റിലേറ്റിംഗ് ടു ദ റെക്ടം. മലാശയുമായി ബന്ധപ്പെട്ടത്. പ്രോക്ടോ. 104 ടിക്ക് ചെയ്യാം കേട്ടോ. 104 ടിക്ക് ചെയ്യാം. സ്യൂഡോ. സ്യൂഡോ എന്നാണ് കേട്ടോ. പി സൈലന്റ് ആണ് അവിടെ. സ്യൂഡോ. സ്യൂഡോ മീൻസ് സ്യൂഡോപോഡിയ. ഓക്കെ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾസ്. ടേക്ക് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റില്. ഫോൾസ് എന്നാണോ എടുക്കുന്നത്? ഫോൾസ് എന്നാണോ? FALSE ഫോൾസ് എന്നാണോ എടുക്കുന്നത്? ഫേക്ക് എന്നാണോ? യെസ്. ഫേക്ക് എന്നല്ലേ? ഫേക്ക് എന്നല്ലേ? കറക്റ്റ്. ഓക്കെ. ഇവിടെ എന്താണ്? ഫേക്ക്. ഓക്കെ. അപ്പൊ 104 ടിക്ക് ചെയ്യണം കേട്ടോ. സ്യൂഡോ ടിക്ക് ചെയ്യാം. 105 സൈക്കോ ടിക്ക് ചെയ്തേ. 105 ടിക്ക് ചെയ്യാം. 105 ടിക്ക് ചെയ്യാം. സൈക്കോളജി. സൈക്കോളജിസ്റ്റ്. ഫിസിയോളജി വരുമോ? ഇല്ലല്ലോ. ഫിസിയോ വേറെ വാക്കല്ലേ. സൈക്ക്. സൈക്കോ. സ്പെല്ലിംഗ് നോക്കണേ. റിലേറ്റിംഗ് ടു ദ മൈൻഡ്. റിലേറ്റിംഗ് ടു ദ മൈൻഡ്. സൈക്കോളജി. മനഃശാസ്ത്രം അല്ലെ? ഓക്കെ ഓക്കെ. ശരി ശരി. ശരി മേഘ. നെക്സ്റ്റ് 106 ടിക്ക് ചെയ്യാം കേട്ടോ. പൾമോ. പൾമനോളജി. നമ്മള് റിലേറ്റിംഗ് ടു ലങ്സ്. പൾമോ ടിക്ക് ചെയ്യാം. 104 105 106 ടിക്ക് ചെയ്യാം കേട്ടോ. 104 105 106. സ്യൂഡോ സൈക്കോ പൾമോ അത് 3 ടിക്ക് ചെയ്യണം. സ്യൂഡോ സൈക്കോ പൾമോ 3 ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് പർ. പർ മീൻസ് റിലേറ്റിംഗ് ടു പസ്. പഴുപ്പൊക്കെ പഴുപ്പ് എന്നൊക്കെ പറയില്ലേ? പസ് വോമിറ്റാൻ പസ് എന്നൊക്കെ പറയില്ലേ നമ്മള് തന്നെ. പർ മീൻസ് റിലേറ്റിംഗ് ടു പസ്. ഫൈലോ. ഫൈലോ റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. കിഡ്നി അല്ലെങ്കിൽ പെൽവിസുമായി ബന്ധപ്പെട്ടത്. ഫൈലോ കേട്ടോ. ഫൈലോ റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. ദെൻ പയോ. പയോ എന്നാണ് കേട്ടോ വായിക്കുന്നത് നമ്മള്. പയോ. പയോ റിലേറ്റിംഗ് ടു പസ്. അതുപോലെ തന്നെയാണ് പസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. റിലേറ്റിംഗ് ടു പസ്. പയോ റിലേറ്റിംഗ് ടു പസ്. ക്വാഡ്രി. ക്വാഡ്രി എന്താണ്? 4. 4 എന്ന് പറയുന്നത്. അത് തന്നെ ക്വാട്ടും 4 തന്നെ. അതൊന്ന്
മൂന്ന് വേർഡ്സും ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. ക്വാഡ്രി, ക്വാഡ്, ക്വാഡ് എന്ന് തന്നെയാണ്. 4 4 എന്നൊരു അർത്ഥമാണ്. Then retro, retro backward or behind. Backward അല്ലെങ്കിൽ behind എന്നൊരു മീനിങ് കേട്ടോ. retro, backward or behind. Then 114 ടിക്ക് ചെയ്തേ. 114 ടിക്ക് ചെയ്തേ. rhino, rhino relating to the nose. rhino എന്താണ്? relating to the nose. rhino. Okay. ടിക്ക് ചെയ്യണേ. 114 ടിക്ക് ചെയ്യാം. Then sleeping on. Sleeping on എന്താണ്? relating to a tube. ഒരു ട്യൂബുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കേട്ടോ. sleeping on relating to a tube. Okay. ഇപ്പൊ പറഞ്ഞ പേജില് ടിക്ക് ചെയ്തത് കറക്റ്റ് ആണോ നോക്കുക കേട്ടോ. 92 കറക്റ്റ് ആണോ? 92, 94, 97, 98. ഓക്കെ. Then 104, 105, 106 കറക്റ്റ് ആയിട്ട് നോക്കണേ. Then 114. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. പേജ് കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. PDF കാണുന്നില്ലെങ്കിൽ പറയണേ. നെക്സ്റ്റ് എന്താണ്? അവിടെ സ്ക്ലീറോ എന്നാണ് കേട്ടോ. അവിടെ ഡി എന്നൊരു വാക്കില്ല. ഡി എന്നൊരു വേർഡ് അവിടെ ഇല്ല കേട്ടോ. ആ ഒരു ലെറ്റർ അവിടെ ഇല്ല. ടെക്സ്റ്റിൽ കറക്റ്റ് ആണ് നോക്കട്ടെ. സ്ക്ലീറോ, സ്ക്ലീറോ മീൻസ് ഹാർട്ട് റിലേറ്റിംഗ് ടു ദ സ്ക്ലീറിയ. നമ്മുടെ നേത്രഗോളത്തിന്റെ നേത്രഗോളത്തിന് 3 ഭാഗങ്ങളുണ്ട് നമ്മുടെ അല്ലെ. ആ നേത്രഗോളത്തിന് 3 ഭാഗങ്ങളില് അതിലേറ്റവും പുറമെയുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്ലീറോ എന്ന് പറയുന്നത് കേട്ടോ. സ്ക്ലീറോ എന്താണ്? ഹാർഡ് അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ എന്ന് പറയും. അതായത് നമ്മുടെ നേത്രഗോളത്തിന് 3 ഗോളങ്ങളുണ്ട്. ആ 3 ഗോളങ്ങൾ ഏറ്റവും മുകളിലത്തേതായിട്ടുള്ള ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്ലീറ എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. പുറമെയുള്ള ഭാഗം, നേത്രഗോളത്തിന്റെ ഒരു പുറമെയുള്ള ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? സ്ക്ലീറോ കേട്ടോ. എസ് ആണ് ഇവിടെ വരുന്നത്. SCLERO സ്ക്ലീറോ. SCLERO സ്ക്ലീറോ. ക്ലിയർ? യെസ്. ദെൻ 117 നോക്കിയേ. സെമി ടിക്ക് ചെയ്യാം കേട്ടോ. സെമി ടിക്ക് ചെയ്യാം. 117 ടിക്ക് ചെയ്തേ. ഹാഫ് ഓർ പാർഷ്യൽ. ഹാഫ് അല്ലെങ്കിൽ പാർഷ്യൽ എന്നൊരു മീനിങ്. 117 സെമി. സെമി ടിക്ക് ചെയ്യാം കേട്ടോ. 118 സബ്. അണ്ടർ അല്ലെങ്കിൽ സംവാട്ട്. 118 എന്താണ്? സബ് അല്ലെങ്കിൽ മീനിങ് എന്താ വരുന്നത്? അണ്ടർ അല്ലെങ്കിൽ സംവാട്ട്. ഓക്കെ. 119 സൂപ്പർ. സൂപ്പർ എന്താണ്? അബവ്, അബർ ദാൻ, മോർ ദാൻ നോർമൽ അല്ലെ. നമ്മൾ എന്തിനാണ് സൂപ്പർ എന്ന് പറയുന്നത്? ഇതിനായിരിക്കും സൂപ്പർ എന്ന ടൈം ഉപയോഗിക്കുന്നത്. മോർ ദാൻ നോർമൽ, എക്സലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമുക്ക് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ. യെസ്. നെക്സ്റ്റ് 120 നോക്കിയ. 120 സുപ്ര. സുപ്ര അബവ്. അതിന്റെ മീനിങ് അങ്ങനെ തന്നെയാണ്. അബവ് എന്നാണ് കേട്ടോ. സുപ്ര മീൻസ് അബവ്. ഓക്കെ. 121 ടക്കി. ടക്കി സ്പീഡി. ടക്കി മീൻസ് സ്പീഡി. ഓക്കെ. 122 ടിക്ക് ചെയ്തേ. 122 ടിക്ക് ചെയ്തേ. 122 ടേം. ടേം റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. ടേം എന്താണ്? റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. ഓക്കെ. ടേം വരുന്ന ഒരു വാക്ക് പറയാമോ? ടേം. യെസ്, വെരി ഗുഡ്. തെർമോമീറ്റർ. ഓക്കെ, വെരി ഗുഡ്. 122 ടിക്ക് ചെയ്യണം കേട്ടോ. 122 ടിക്ക് ചെയ്യാം. 123 എന്താണ്? തൊറാക്. തൊറാക്. ഹീമോതൊറാക്. Yes, thoracic related to the chest. Okay, thorac relating to the chest. 123 ടിക്ക് ചെയ്യാം കേട്ടോ. 123 ടിക്ക് ചെയ്യാം. 124 ട്രാൻസ്
ടു അതർ സൈഡ് ഓഫ്. ഇത് അതർ സൈഡ് ഓഫ് എന്നാണ് ട്രാൻസ് എന്ന മീനിങ്. അറിയാലോ നിങ്ങൾക്ക്? ചെറിയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള അതിന്റെ മീനിങ്സ് അറിയാമെന്ന് വിചാരിക്കുന്നു. ദെൻ 125 ട്രൈൻ. 3 അല്ലെ? ട്രൈൻ എന്താണ്? 3 ട്രൈൻ. ദെൻ 125 ടിക്ക് ചെയ്തേ. 125 ടിക്ക് ചെയ്യുക. 126 ടിക്ക് ചെയ്തേ. യൂണി 1 അല്ലെ? യൂണിറ്റ് എന്ന് പറയില്ലേ? 1 യൂണിറ്റ് 1. Then 127 വാസോ വെസൽസ്. വെസൽസുമായി ബന്ധപ്പെട്ടതാണ് വാസോ. ഓക്കെ. 125 126 ടിക്ക് ചെയ്തോ. പ്രിഫിക്സിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 117 122 123 125 126. കറക്റ്റ് അല്ലേ? ഓക്കെ. നമ്മുടെ പ്രിഫിക്സ് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ നിങ്ങൾ 127 ബേസിക് പ്രിഫിക്സുകളാണ് നിങ്ങൾ പഠിച്ചത്. ഒന്നുകൂടി പറയണോ? 117 122 123 125 26. ഓക്കെ, ശരി. നമ്മള് കോമൺ സഫിക്സസ് ആണ് പഠിക്കുന്നത്. സഫിക്സ് എങ്ങനെ ചേർക്കുന്ന വേർഡ്സ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. പ്രിഫിക്സ് പറയാം ബിഗിനിങ് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. സഫിക്സ് എന്താണ്? എൻഡ് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. ഓക്കെ, ഒരു മെഡിക്കൽ ടേമിന്റെ എൻഡിലാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെ? കോമൺ സഫിക്സ്. സഫിക്സ് വളരെ കുറച്ചുള്ളൂ. 37 സഫിക്സസ് ആണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആൽജിയ റിലേറ്റിംഗ് ടു പെയിൻ. പെയിനുമായി റിലേറ്റ് ചെയ്തത് ആൽജിയ റിലേറ്റിംഗ് ടു പെയിൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടിക്ക് ചെയ്ത് പറയുന്ന അനുസരിച്ച് ടിക്ക് ചെയ്ത് പോവാം കേട്ടോ. ഫസ്റ്റ് വൺ ടിക്ക് ചെയ്തേ. ആൽജിയ റിലേറ്റിംഗ് ടു പെയിൻ. ആൽജിയ റിലേറ്റിംഗ് ടു പെയിൻ ടിക്ക് ചെയ്യാം കേട്ടോ. സെക്കൻഡ് വൺ അസ്റ്റെനോ ഫീബിൾനെസ്. ബലഹീനത എന്നൊക്കെ പറയില്ലേ നമ്മള്? ഫീബിൾനെസ്, ഫീബിൾ മൈൻഡഡ് പേഴ്സൺസ് എന്നൊക്കെ പറയില്ലേ? ഫീബിൾനെസ്, ബലഹീനത. അസ്റ്റെനോ, ഫീബിൾനെസ്. ഓക്കെ. Then 3 ബ്ലാസ്റ്റ്. ഇൻമെച്യൂർ ആയിട്ടുള്ള ഒരു സെല്ലാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇൻമെച്യൂർ സെൽ. അതായത് നമ്മുടെ പാകമാകാത്ത അല്ലെങ്കിൽ പക്വത ഇല്ലാത്ത രീതിയിലുള്ള സെൽസിനെ നമ്മൾ എന്ത് പറയുന്നത്? ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാസ്റ്റ് ഇൻമെച്യൂർ സെൽ, പാകമാകാത്ത അല്ലെങ്കിൽ അപക്വമായ എന്നൊക്കെ പറയാം മലയാളത്തിൽ. Then ഫോർത്ത് വൺ ടിക്ക് ചെയ്തേ. ഫോർത്ത് വൺ സിലി. Fourth one, silly. Relating to a tumor or swelling. Silly എന്ന് പറയുന്നത് എന്താണ്? Relating to a tumor or swelling. നമ്മള് നീര്, മുഴ എന്നൊക്കെ പറയില്ലേ? അതാ silly. Relating to a tumor or swelling. ടിക്ക് ചെയ്യാട്ടോ. 1ഉം 4ഉം ടിക്ക് ചെയ്യാം. സെന്റിസിസ്. ഫിഫ്ത് വൺ സെന്റിസിസ്. എന്താണ് സെന്റിസിസ് എന്ന് പറയുന്നത്? പ്രൊസീജിയർ ആണ് കേട്ടോ സെന്റിസിസ് എന്ന് പറയുന്നത്. റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ഇൻ വിച്ച് ആൻ ഓർഗൻ ഓർ ബോഡി cavity is punctured, often to drain surplus fluid or get a sample for analysis. സെന്റിസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് എന്തെങ്കിലും സാമ്പിൾ അനാലിസിസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പഞ്ചേഴ്സ് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഫ്ലൂയിഡ് വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? സെന്റിസിസ് എന്ന് പറയുന്നത് കേട്ടോ. റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ആണ്. ഓക്കെ, മനസ്സിലായോ? സാമ്പിൾ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മള് ശരീരത്തിൽ എന്തെങ്കിലും പങ്ക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് ഫ്ലൂയിഡ് വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ് ആണ് സെന്റിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ടിക്ക് ചെയ്യണ്ട കേട്ടോ. Then 6 സൈറ്റ്. സൈറ്റ് എന്താണ്? സെൽ. സൈറ്റ്, സെൽ. ടിക്ക് ചെയ്യാം കേട്ടോ. 6th one ടിക്ക് ചെയ്യാം. 6th one ടിക്ക് ചെയ്യാം. Then 7th one എക്ടോമി. എക്ടോമി സർജിക്കൽ റിമൂവൽ ആണ് അല്ലെ? സർജിക്കൽ റിമൂവൽ ഓഫ് ആണ് എന്ത്? എക്ടോമി എന്ന് പറയുന്നത് കേട്ടോ. എക്ടോമി സർജിക്കൽ റിമൂവൽ ഓഫ്. ടിക്ക് ചെയ്യാം.
ടിക്ക് ചെയ്യണ്ട. 6 ടിക്ക് ചെയ്തോ എല്ലാവരും. 6 സൈറ്റ്. ഓക്കെ, എയ്ത്ത് വൺ ടിക്ക് ചെയ്തേ. എയ്ത്ത് വൺ എമിയ. Relate to the presence of a substance in the blood. എന്തായിരിക്കും എമിയ എന്ന് പറയുന്നത്? അനീമിയ. അനീമിയ. യെസ്, വെരി ഗുഡ്. ഇവിടെ എന്താ അതിന്റെ മീനിങ് പറയുന്നത്? എന്താണ് ഇവിടെ സബ്സ്റ്റാൻസ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സത്ത് എന്നൊക്കെ പറയില്ലേ മലയാളത്തിലെ? അതായത് നമ്മുടെ രക്തത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പദാർത്ഥത്തിൽ എന്തെങ്കിലും സബ്സ്റ്റാൻസിന്റെ സാന്നിധ്യം ഉള്ളതിനെയാണ് നമ്മൾ എമിയ എന്ന് പറയുന്നത്. ലുക്കീമിയ. ഓക്കെ, വെരി ഗുഡ്. 8th one ടിക്ക് ചെയ്യുക. എമിയ relating to the presence of a blood substance in the blood. Presence of a substance in the blood. Okay. ഒന്നുകൂടി നോക്കിയേ. 1 4 6 8 കറക്റ്റ് ആണോ? 1 4 6 8 സഫിക്സസ്. ടിക്ക് ചെയ്തത് ഓക്കെ അല്ലേ? Nosocomiya. Very good. Next, 9th one, genic. Resulting ആണ് കേട്ടോ. റിസൾട്ടിംഗ് ആണ് എന്താ ജനിക് എന്ന് പറയുന്നത്. Then 10th one ടിക്ക് ചെയ്തേ. ഗ്രാം. റെക്കോർഡ്. ഇലക്ട്രോകാർഡിയോഗ്രാം. അല്ലേ? റെക്കോർഡ് ചെയ്യുന്നല്ലേ നമ്മള്? ആൻജിയോഗ്രാം. ഓക്കെ, ഇലക്ട്രോകാർഡിയോഗ്രാം. Okay, ടിക്ക് ചെയ്യാം. Then 11th one ടിക്ക് ചെയ്യാം. ഗ്രാഫ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ്. അല്ലെ? Record or the device used to create the record. ഡിവൈസ് ആണ് എന്താ? ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ടിക്ക് ചെയ്യാം കേട്ടോ. 10 11 ടിക്ക് ചെയ്യാം. 12 ടിക്ക് ചെയ്യാം. 12 നമ്മൾ ഫസ്റ്റ് പഠിച്ചു അല്ലെ? 12 എന്ന് ഓക്കെ, ഏത് വാക്കാണത്? ആക്ടിസ് അല്ലെ? ഹൈറ്റിസ് മീൻസ് സ്വെല്ലിംഗ് അല്ലെങ്കിൽ മുഴ, നീര് എന്നൊക്കെ അർത്ഥം കേട്ടോ. നീര്, തടിപ്പ്, മുഴ. ആർക്കിറ്റൈറ്റിസ് നമ്മൾ പഠിച്ചു. ഓക്കെ, 10 11 12 ടിക്ക് ചെയ്യണേ. 10 11 12 ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് ലിസിസ് എന്താണ്? അനാലിസിസ്, ഡയാലിസിസ്. വേഗം കിട്ടിയാലോ അത് പെട്ടെന്ന് തന്നെ. എന്താണ് ലിസിസ് മീൻസ്? ഡിക്ലൈൻ, ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ. നമ്മള് എന്താ പറയുക, ശിഥിലീകരണം അല്ലെങ്കിൽ അധപ്പതനം, നശിപ്പിക്കൽ എന്നൊക്കെ. ഡിസ്ട്രക്ട് ചെയ്യാന്ന് നശിപ്പിക്കുക. ഡിസ്ഇന്റഗ്രേഷൻ മീൻസ് എന്താണ്? ശിഥിലീകരിക്കുക അല്ലെങ്കിൽ അധപ്പതനം എന്നൊക്കെ പറയും. ഡിക്ലൈൻ ചെയ്യുന്ന വെച്ചാൽ അധപ്പതിക്കുക. അതാണ് ലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ലിസിസ്, ഡിക്ലൈൻ, ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ. 14 മെഗാലി. ഓക്കെ, അത് ടിക്ക് ചെയ്യണ്ട. 10 11 12 വരെ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെഗാലി എന്താണ്? എക്സ്പാൻഷൻ ഓഫ്, വികാസം അല്ലെങ്കിൽ വ്യാപനം കേട്ടോ. മെഗാലി, എക്സ്പാൻഷൻ ഓഫ്. 15 ഓളജി. ടിക്ക് ചെയ്യാം. കാർഡിയോളജി, ബയോളജി, ഹെമറ്റോളജി, പത്തോളജി. ഓക്കെ, ഇതാണ് ഓളജി സൂചിപ്പിക്കുന്നത്. സയൻസ് ഓഫ് ആണ് അല്ലെ? ഓക്കെ, ശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മള്. ഓളജി ടിക്ക് ചെയ്യാം കേട്ടോ. ടിക്ക് ചെയ്യാം. ഓക്കെ, ഓങ്കോളജി. ശരി. 16 ഒമ, ട്യൂമർ, മുഴ അല്ലെ? ട്യൂമർ ആണ്. ഒമ മീൻസ് ട്യൂമർ. ട്യൂമർ. Okay. Then 17 osis. Osis എന്താണ്? Relating to disease process, thialsosis. അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റ് എടുക്കുന്നത് നിങ്ങളുടെ. ഓസിസ്, ഡയഗ്നോസിസ്, ഡിസീസുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് അല്ലെ നമ്മള്. ഡയഗ്നോസിസ്. 17. Okay. Then 18 ostomy. Surgical creation of an opening or hole. Surgical creation or opening hole നെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ostomy. Ostomy. Surgical creation of an opening or hole. Then 19. Otomy. അടുത്തത് ഓസ്റ്റോമി ആണ്. ഇത് ഓട്ടോമി എന്താണ്? സർജിക്കൽ ഇൻസിഷൻ ആണ് അല്ലെ? സർജിക്കൽ ഇൻസിഷൻ കീല് മുറികളില്ലേ അത് സർജിക്കൽ ഇൻസിഷൻ ആണ് ഓട്ടോമി. Then 20 പത്തി. പത്തി എന്താണ്? ഡിസീസ് ഓർ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസസ്. പത്തി എന്താണ്? ട്രീറ്റിംഗ് ഓർ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസീസ് ആണ് എന്താ പത്തി എന്ന് പറയുന്നത് കേട്ടോ. 20. Then 21 ഫാഗിയ. ഫാഗിയ relating to eating or swallowing. അലോപ്പതി. ഓക്കെ, വെരി ഗുഡ്. 21 എന്താണ്? ഫാഗിയ relating to eating or swallowing അല്ലെ? ഫാഗിയ relating to eating. ഹോമിയോപ്പതി, അലോപ്പതി. ഓക്കെ ഓക്കെ. Next, fascia. Fascia relating to speech. Relating to speech ആണ് എന്താ? fascia. Then 23 decade. 23 decade. Phobia relating to what? Irrational fear. Euphorbia relating to അതായത് അകാരണമായിട്ടുള്ള പേടി അല്ലെ? യെസ്, പേടി. അകാരണമായിട്ടുള്ള പേടിയാണ്. റാഷണൽ ഫിയർ മീൻസ് അകാരണമായ പേടി. ഫോബിയ ടിക്കിയ. ഫോബിയ ടിക്ക് ചെയ്തോ? 23 ടിക്കിയ. 24 ടിക്കിയ. പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് എന്തിനാ സൂചിപ്പിക്കുന്നു? പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, യെസ്. 25 ടിക്ക് ചെയ്തേ. 25 ടിക്ക് ചെയ്തേ. പ്ലേജിയ. പ്ലേജിയ പാരാലിസിസ്. പക്ഷാഘാതം അല്ലെ? പാരാലിസിസ് വരുന്നതാണ് പ്ലേജിയ എന്ന് പറയുന്നത് കേട്ടോ. 25. 23, 24, 25 ടിക്ക് ചെയ്യാം. 23, 25, 20, 23, 24, 25 മൂന്ന് ടിക്ക് ചെയ്തോ കേട്ടോ. ഫോബിയ, പ്ലാസ്റ്റി, പ്ലേജിയ. ഓക്കെ. Then നിയ. നിയ 26 എന്താണ്? നിയ റിലേറ്റിംഗ് ടു ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് കേട്ടോ. നിയ എന്താണ്? റിലേറ്റിംഗ് ടു ബ്രീത്തിങ്. Relating to breathing. Then 27 ടിക്ക് ചെയ്തേ. 27 ptosis. Ptosis എന്താണ്? ഡ്രൂപ്പിംഗ്. ഡ്രൂപ്പി ആന്ന് പറയില്ല നമ്മള്? ഡ്രൂപ്പിംഗ്. എന്താ ഡ്രൂപ്പി എന്ന് പറയുന്നത്? ഡ്രൂപ്പിംഗ്. അങ്ങനെ ഞാണ്ട് എടുക്കുക അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുക നമുക്ക് പറയില്ല, അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഡ്രൂപ്പിംഗ്, തൂങ്ങിക്കിടക്കുക. ഓക്കെ, 27 ടിക്ക് കേട്ടോ. 28 rage. 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 Unusual or excessive flow of discharge അല്ലെ? അൺയൂഷ്വൽ അല്ലെങ്കിൽ എക്സസീവ് ഫ്ലോ ഓഫ് ഡിസ്ചാർജിന് ഡിസ്ചാർജ് അറിയാലോ നമുക്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേജ് എന്ന് പറയുന്നത് കേട്ടോ. Then 29 ragia. Ragia unusual or excessive flow of discharge. രണ്ടും ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. ഡിസ്ചാർജിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഡിസ്ചാർജ് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? എക്സസീവ് ഫ്ലോ ഓഫ് ഡിസ്ചാർജ് എന്താന്ന്? ഓക്കെ, ട്വന്റി എയ്റ്റും 29ഉം ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. റേഞ്ചും റാജിയും ഒരേ മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. പിക്ക് ചെയ്ത് ഒന്നുകൂടി പറയാണ്. 10, 11, 12, 15, 23, 24, 25, 27. ഓർക്കാണോ? Okay. The next, RAFI. 30, RAFI. Structure of അല്ലെങ്കിൽ repair of കേട്ടോ.
സ്ട്രക്ചർ ആണ് കേട്ടോ. അസ്ഥി സംയോജനം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അസ്ഥി സംയോജനം അസ്ഥികളുമായി ബന്ധപ്പെട്ട അതാണ് സ്ട്രക്ചർ അല്ലെങ്കിൽ റിപ്പയർ ഓഫ് അതാണ് മീനിങ് വരുന്നത്. ഓക്കെ, റാഫി സ്ട്രക്ചർ ഓഫ് റിപ്പയർ ഓഫ്. ഓക്കെ, then 31 റിയ ഫ്ലോ ഓഫ് ഡിസ്ചാർജ് കേട്ടോ. വെള്ളപ്പൊക്കിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്ലോ ഓഫ് ഡിസ്ചാർജ് ആണ് റിയ എന്ന് പറയുന്നത്. then 32 ടിക്ക് ചെയ്തേ സ്കോപ്പ് എൻഡോസ്കോപ്പ് കേട്ടിട്ടില്ലേ നമ്മള്, സ്റ്റെതസ്കോപ്പ് എൻഡോസ്കോപ്പ്. 32 ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. എന്താണ് ഡിവൈസ് ഫോർ എക്സാമിനേഷൻ ആണ്. then 33 ടിക്ക് ചെയ്തേ 32 33 എന്താണ് സ്കോപ്പി എൻഡോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി കേട്ടിട്ടില്ലേ. എക്സാമിനേഷൻ വിട്ട് ഡിവൈസസ് ആണ് അതിന്റെ മീനിങ് വരുന്നത്. 32 33 ടിക്ക് ചെയ്യാം. 34 സിസ് എന്താണ് എ പ്രോസസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ. സിസ് മീൻസ് എ പ്രോസസ് പാരാലിസിസ് പ്രോസസ് ആക്ഷൻ ഓർ കണ്ടീഷൻ. 35 ടാക്സിസ് ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ്. ടാക്സിസ് മീൻസ് ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ്. ടാക്സിസ് ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ്. then 36 ട്രോഫിക് ടിക്ക് ചെയ്യാം കേട്ടോ. 36 ടിക്ക് ചെയ്തേ ട്രോഫിക് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻസുമായി ബന്ധപ്പെട്ടത്. 36 ട്രോഫിക് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ ടിക്ക് ചെയ്യാം കേട്ടോ. 36 then 37 എന്താണ് യൂറിയ relating to a substance in the urine or the condition so indicated. എന്താണ് യൂറിനിലെ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് എന്താ യൂറിയ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയാറില്ലേ, യൂറിയ. ഓക്കെ, യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടത് ഇങ്ങനത്തെ കണ്ടീഷനുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ ആ പേജ് ഒന്ന് നോക്കിയേ, നോക്കാട്ടോ. 32 33 36 മൂന്നെണ്ണമാണ് ഇവിടെ സഫിക്സ് നിർമ്മിക്കാനുള്ളത്. 32 33 36 ക്ലിയർ ആണോ? യെസ്. കോമൺ റൂട്ട് വേർഡ്സും എന്താണോ ഞാനെന്താ ചോദിച്ചേ നോക്കട്ടെ കേട്ടോ. ഒന്നുകൂടി പറയണോ? നമ്മുടെ ഒരു ചാപ്റ്ററോടെ പെൻഡിങ് ആണോ, അത് എടുക്കാൻ വേണ്ടിയാണ് ഇച്ചിരി സ്പീഡിലൊന്നും പോയത്. സഫിക്സ് ആദ്യം മുതൽ ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിച്ചേ. വൺ ടിക്കറ്റ് ശ്രദ്ധിക്കുക കേട്ടോ. 1 4 6 8 10 11 12 15 23 24 25 27 32 33 36 ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ബാക്കി കോമൺ റൂട്ട് വേർഡ്സും അബ്രിവേഷൻസും ഒക്കെ ബാക്കി ടീച്ചേഴ്സ് എടുത്തോളൂ കേട്ടോ. കുറച്ച് ചാപ്റ്റർ എടുക്കാനുണ്ട്. നോക്കണേ, തീർന്നില്ലെങ്കിൽ അബ്രിവേഷൻസ് ടീച്ചർ തന്നെ എടുക്കും, അല്ലെങ്കിൽ അവരാരെങ്കിലും. നമ്മള് പ്രിഫിക്സും അതായത് ടെർമിനോളജിയിലെ 4 കമ്പോണൻസ് എന്താന്ന് പഠിച്ചു. 4 കമ്പോണൻസിൽ 2 കമ്പോണൻസ് നിങ്ങൾ പഠിച്ചു അല്ലെ. പ്രിഫിക്സും സഫിക്സും കംപ്ലീറ്റഡ് ആണ് കേട്ടോ. നന്നായിട്ട് പഠിച്ചു വെക്കുക. ടിക്ക് ചെയ്ത് തന്നത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി റൂട്ട് വേർഡ്സ് അബ്രിവേഷൻസ് ബാക്കി ടീച്ചേഴ്സ് എടുക്കും. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. എന്താണ് സ്പില്ല്? സ്പില്ല് എന്താണ് പിള്ളേരെ? സ്പില്ല് എന്ന് പറയുന്നത് എന്താ? ചോർച്ച എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലീക്കേജസ്, ചോർച്ച. സ്പില്ല് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും തുളുമ്പി പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഓക്കെ, എന്താണ് ഈ സ്പില്ല്? ഇപ്പൊ ഹോസ്പിറ്റലിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഹോസ്പിറ്റലിൽ ഏതൊക്കെ സോഴ്സസ് നിന്നാണ് ഈ സ്പിൽ വേസ്റ്റസ് അല്ലെങ്കിൽ ചോർച്ച ഉണ്ടാകുന്നത്, ഏതൊക്കെ തരം വേസ്റ്റസുകളിൽ നിന്നാണ്, അതെങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കാം.
any item or material that has spilled or leaked from designated container or a place is referred to as spillage waste. ഇവിടെ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്? ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഏതെങ്കിലും പ്ലേസിലൊക്കെ നമ്മൾ തുളുമ്പി പോകില്ല, ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡോ ഒരു ഐറ്റമോ പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേസ്റ്റ്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വേസ്റ്റ് വരുന്നത്? എങ്ങനെയാണ് വേസ്റ്റേജസ് ഉണ്ടാവുന്നത് നമ്മുടെ വീട്ടില്? ഫുഡ് വേസ്റ്റ്, പലതരം സോഴ്സസിൽ നമുക്ക് വേസ്റ്റസ് വരാറുണ്ട് അല്ലെ? ഓക്കെ, നമ്മളിത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ? അത് നമുക്ക് മാത്രമാണോ ഇൻഫെക്ഷൻ പിടിവിടുന്നത്? അല്ല, നമുക്കും എൻവയോൺമെന്റിന് ഒരേപോലെ തന്നെ അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത. പ്രകൃതിക്കും മനുഷ്യനും ഒരേപോലെ തന്നെ എന്താണ്? മാലിന്യം നല്ല രീതിയിൽ നമ്മൾ സംസ്കരിച്ചില്ലെങ്കിൽ എന്താണ്? ഒരേപോലെ തന്നെ നമുക്ക് ദോഷകരമായിട്ടുള്ള സാധ്യത. ഓക്കെ, സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നറിൽ നിന്നും ഹോസ്പിറ്റൽ സംവിധാനം നോക്കുകയാണെങ്കിൽ എന്താണ്? ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാഗിൽ നിന്നൊക്കെ എന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും വെസൽസിൽ നിന്നൊക്കെ എന്താണ്? പുറത്തേക്ക് ഒഴുകി പോകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ലീക്ക്ഡ് ആവുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പില്ലേജ് വേസ്റ്റസ് ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പല ഏരിയാസിൽ നിന്നും പല രീതിയിലുള്ള വേസ്റ്റസ് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? ഓക്കെ, ഹോസ്പിറ്റൽ മാത്രമല്ല, ഇവിടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽസ്, ലബോറട്ടറീസ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ആൻഡ് ഹോംസ് ആർ ജസ്റ്റ് ഫ്യൂ പ്ലേസസ് വെയർ ദിസ് കൈൻഡ് ഓഫ് ഗാർബേജ് ക്യാൻ ബി ഫൗണ്ട്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ വേസ്റ്റസ് വരുന്നത് ഒന്ന് ഹോസ്പിറ്റലാണ്, പിന്നെ നമ്മുടെ വീടുകള്, മറ്റ് ലബോറട്ടറീസ്, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥലങ്ങള്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വേസ്റ്റസുകൾ വരുന്നത്. കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഈ ഗാർബേജ് വേസ്റ്റസ് ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള കുറച്ച് പ്ലേസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ ഏതൊക്കെ ടൈപ്പാണ് ഉണ്ടാകുന്നത്? ഏതൊക്കെ രീതിയിലാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? അതിനെ നമ്മള് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മേ കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്, body fluids, chemicals or other potentially dangerous substances. ഹോസ്പിറ്റലിൽ വരുന്ന സ്പില്ലേജ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്നല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് മൂലം ഉണ്ടാകുന്ന വേസ്റ്റസുകള്, കെമിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള മറ്റ് പദാർത്ഥങ്ങൾ മൂലം ഉണ്ടാകുന്ന വേസ്റ്റസുകൾ. ഈ ഒരു രീതിയിലാണ് ഹോസ്പിറ്റൽസിൽ മിക്കവാറും എന്ത് വരുന്നത്? സ്പില്ലേജ് വേസ്റ്റസുകൾ ഉണ്ടാവാനുള്ള പ്രധാന സോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അവിടെ വരെ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് ഇതിനെ മാനേജ് ചെയ്യണം അല്ലെ? വേസ്റ്റുകൾ ഇങ്ങനെ കുണ്ടുകൂടിയിട്ടാൽ നമുക്കറിയാം ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. ജെനുവിൻ മാനേജ്മെന്റ് ഓഫ് ലീക്കേജ് വേസ്റ്റ് important to protect the health and protection of people and environment. In hospital, leakage waste can cause risk of infection, healthcare workers and patients, as well as the prospect for the spread of diseases. ഓക്കെ, അപ്പൊ നമ്മളിത് ജെനുവിൻ ആയിട്ട് മാനേജ് ചെയ്തില്ല എങ്കിൽ എന്താണ്? ഹോസ്പിറ്റൽസിനും എൻവയോൺമെന്റിനും അവിടുത്തെ മൊത്തം ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല അവിടെ ഉള്ള പേഷ്യൻസിനെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ എല്ലാവരെയും തന്നെ എന്താണ്? ഒരേപോലെ തന്നെ ഇത് ബാധിക്കാനുള്ള സാധ്യത. കാരണം എന്താണ്? ഡിസീസസ് സ്പ്രെഡ് ആവുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ, മാലിന്യ സംസ്കരണം നമ്മൾ കൃത്യമായ രീതിയിൽ പ്രൊസീജിയേഴ്സ് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഒരേപോലെ തന്നെ ഹോസ്പിറ്റൽസിനും എൻവയോൺമെന്റിലും എന്താണ്? ഡിസീസസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, Besides dangerous leak waste can threaten the environment if not managed in proper manner. മാത്രമല്ല, പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ? ഈ കെമിക്കൽ വേസ്റ്റസുകൾ, അത്തരം വേസ്റ്റസുകൾ എന്താണ്? നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ല എങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിൽ കൂടിയല്ല നമ്മൾ അത് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എന്താണ്? എൻവയോൺമെന്റിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഓക്കെ, അത് എൻവയോൺമെന്റിന് വലിയൊരു ഭീഷണിയായിട്ടായിരിക്കും ഇത്തരമുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക. Okay, to successfully manage leakage waste in hospital, it is necessary to have a leakage response plan in the place, provide appropriate equipment for leakage response, train staff on leakage response procedure, use apt containment materials, and properly discard the waste accordance with the local regulations and the hospital policies. Okay, അപ്പൊ നമുക്കറിയാം ഇത്തരം ഹോസ്പിറ്റലിൽ എന്താണ്? ഇത്തരം വേസ്റ്റസുകൾ ഉണ്ട്. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണം? സക്സസ്ഫുൾ ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു
പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്, ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. എവിടെയാണോ ലീക്കേജസ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെ നമുക്കതിനെ നീക്കം ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ തയ്യാറാക്കാം. പ്ലാൻ മാത്രം തയ്യാറാക്കിയാൽ മതിയോ? അതിനുവേണ്ട എക്യുപ്മെന്റ്സുകൾ റെഡിയാക്കണം, അതിനുവേണ്ട സ്റ്റാഫുകൾ അല്ലെ, ക്ലീൻ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം അല്ലെ. വ്യക്തമായിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് ആ പ്രൊസീജിയറിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കണം. ഈ വേസ്റ്റസുകൾ നമ്മൾ എങ്ങനെയായിരിക്കണം നീക്കം ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹോസ്പിറ്റലിൽ ഓരോ റൂൾസും റെഗുലേഷൻസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഫെഡറൽ ലോസ് ഉണ്ട്. അതായത് വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ വേസ്റ്റേജസുകൾ നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്, ഒരു ഭാഗങ്ങളാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ടീച്ചർ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ മനസ്സിലാവാത്തവരുണ്ടോ ആണെങ്കിലും? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ലീക്കേജസ്, മാലിന്യങ്ങൾ എങ്ങനെ നമുക്ക് സംസ്കരിക്കാം എന്നുള്ള ഭാഗമാണ് ഇതിൽ നോക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയി പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ. കാണുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി നോക്കാം, റിസ്ക് ആൻഡ് ഹസാർഡസ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. റിസ്ക് ആൻഡ് ഹസാർഡസ്, എന്തൊക്കെ അപകട സാധ്യതകളും എന്തൊക്കെ അപകടങ്ങളുമാണ് ഈ വേസ്റ്റേജുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്? എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്നത്? എന്തൊക്കെ റിസ്ക് ഉണ്ടാവും നമ്മൾ ഇത്ര വേസ്റ്റസുമായിട്ട് സമ്പർക്കം വരുമ്പോൾ? ഫസ്റ്റ് വൺ നമുക്കറിയാം, ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അപകട സാധ്യതകളിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? ഇൻഫെക്ഷൻ ആണ് അല്ലെ. എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ വരാൻ നമുക്ക്? എന്തിൽ നിന്നൊക്കെയാണ് ഇൻഫെക്ഷൻ വരുന്നത്? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് അല്ലെ. ബ്ലഡിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സ് നമുക്ക് എന്ത് പകരാനുള്ള സാധ്യതയുണ്ട്? ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ്. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്? നമുക്ക് അറിയാലോ, സ്പ്രെഡ് ആവുന്ന ഡിസീസുകൾ അല്ലെ. ഏതൊക്കെയാണ്? HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയ അസുഖങ്ങൾ അല്ലെ. അത്തരത്തിലുള്ള ഡിസീസസ് പകരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അതർ ബ്ലഡ് ബോൺ പത്തോജൻസ്, പിന്നെ രക്തത്തിലൂടെ ഉണ്ടാകുന്ന രോഗകാരികൾ പരത്തുന്ന മറ്റു രോഗങ്ങളും പിടിപെടാനായിട്ടും ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ഹു എൻഗേജ് വിത്ത് പൊല്യൂട്ടഡ് ഐറ്റംസ് ആർ റിസ്ക് ഓഫ് ഗെറ്റിംഗ് സിക്ക്. അപ്പോ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും പേഷ്യൻസും ഇത്തരം ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ആ ലീക്കേജസ് ഉണ്ടാവുന്ന സമ്പർക്കം വരുന്ന സമയത്ത് അവർക്ക് എന്ത് സംഭവിക്കാം? ഇതേപോലുള്ള ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ പകരാനായിട്ടുള്ള കാരണമായേക്കാം. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് അസുഖങ്ങളാണ്? HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റ് അപകട സാധ്യത അല്ലെങ്കിൽ ഹസാർഡസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇതുമായി ഇടപെടൽ വരുമ്പോ എന്താണ്? അവർക്ക് അസുഖങ്ങൾ വരാനോ അത് ചിലപ്പോൾ മരണകാലം വരെ ആയേക്കാം. ഇത്തരത്തിലുള്ള ചെറിയൊരു ഇൻഫെക്ഷനിൽ നിന്നാണ് ചിലപ്പോൾ ഒരു പേഷ്യന്റിന്റെ മരണത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റിസ്ക് എന്താണെന്ന് മനസ്സിലായോ? മാലിന്യവുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ ആണ് കേട്ടെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കെമിക്കൽ എക്സ്പോഷർ. അടുത്ത അപകട സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ എക്സ്പോഷർ അല്ലെ. രാസവസ്തുക്കളുടെ ചോർച്ച മൂലം അപകടങ്ങൾ ഉണ്ടാകുമോ? രാസവസ്തുക്കളുടെ ചോർച്ച മൂലം ലീക്കേജസ് ഉണ്ടാവോ? ഉണ്ട് അല്ലെ. യെസ്, ലീക്കേജസ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ്. ശ്രദ്ധിച്ചിരിക്കണേ, ലീക്കേജസ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ് healthcare staff and patient to toxic substance which can lead to skin irritation, respiratory problems or other health issues. എന്താണ് നമ്മള് ഈ കെമിക്കൽ എക്സ്പോഷർ ഉണ്ടാവണമെങ്കിൽ രാസവസ്തുക്കളുമായിട്ട് ഉണ്ടാകുന്ന സമ്പർക്കം മൂലം അല്ലെങ്കിൽ അത്തരം രാസവസ്തുക്കളിൽ നിന്നുള്ള ചോർച്ചകൾ അല്ലെങ്കിൽ എന്താ പറയാ വിഷപദാർത്ഥങ്ങൾ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റാൻസിൽ നിന്നൊക്കെ ലീക്കേജസ് ഉണ്ടാവുമ്പോൾ അത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്? സ്കിന്നിന് പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് സംഭവിക്കാം, റെസ്പിറേറ്ററി പ്രോബ്ലം ശ്വാസ സംബന്ധമായിട്ടുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് വരെ ഉണ്ടാകാനായിട്ട് എന്ത് കാരണമാകുന്നുണ്ട്? കെമിക്കൽ എക്സ്പോഷർ അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ ചോർച്ച മൂലം അത്തരത്തിലും അപകട സാധ്യത അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? കെമിക്കൽ എക്സ്പോഷർ പോലെ എന്തൊക്കെ ഇറിറ്റേഷൻ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് സംഭവിക്കുന്നത്?
സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവുന്നു, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് ഇൻജ്വറി. എന്താണ് ഇൻജ്വറി? Leakage of sharps can endanger both healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. Okay. മുറിവിലൂടെ എന്താണ് ലീക്കേജസ് എങ്ങനെ വരുന്നു? എങ്ങനെയാണ് വേസ്റ്റസ് വരുന്നത് അവിടെ? അതായത് ഇവിടെ സൂചിക്കുന്നത് മൂർച്ചയുള്ള വസ്തുക്കൾ മൂലം ഉണ്ടാകുന്ന ചോർച്ച അല്ലെ, ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് മൂലം അതിന്റെ ലീക്കേജസ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് അല്ലെ. അതായത് ഇപ്പൊ നമുക്കറിയാം ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ എവിടെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? പഞ്ചർ റെസിസ്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ മാത്രമായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം അത് തോന്നിയ പോലെ കിട്ടി കഴിഞ്ഞാൽ എന്താണ് പേഷ്യൻസിനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ മുറിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ മുറിവുകളിൽ കൂടി എന്ത് സംഭവിക്കും? സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? മുറിവുകളുടെ രോഗാണുക്കൾ പടരാനും അത് ഇൻഫെക്റ്റഡ് ആവാനായിട്ടും ആരോഗ്യക്ക് അസുഖം വരാൻ ഡിസീസസ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാകുന്നു അല്ലെ. അതായത് പോസിബിലിറ്റി ഓഫ് ബ്ലഡ് ബോൺ പത്തോജൻസിന്റെ റിസ്ക് കൂടുതലാണ് അല്ലെ. അതായത് നമ്മൾ എന്താണ് ഈ മൂർച്ചയുള്ള വസ്തുക്കളുടെ ചോർച്ച മൂലം നമുക്ക് പലതരത്തിലുള്ള ഇഞ്ചുറീസ് സംഭവിക്കാം അല്ലെ, മുറിവുകൾ ഉണ്ടാവാം. ഈ മുറിവുകളിലൂടെ ഉണ്ടാകുന്ന അപകട സാധ്യത എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിലൂടെ പകരുന്ന രോഗാണുക്കളുടെ സാധ്യതയാണ് അവിടെ വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാനും കാരണമായേക്കാം. അപ്പൊ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ റിസ്ക് എന്താണ്? ഇൻജ്വറി ആണ് കേട്ടോ. ആദ്യം പഠിച്ചത് എന്താണ് നമ്മള്? ഇൻഫെക്ഷൻ. സെക്കൻഡ് വൺ എന്താണ്? കെമിക്കൽ എക്സ്പോഷർ, രാസവസ്തുക്കളുടെ ചോർച്ച മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇൻജ്വറീസ്. ഓക്കെ, അടുത്ത റിസ്ക് എന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ. എന്താണ്? ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോസ് healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലീക്കേജ് അല്ലെ. നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ലീക്കഡ് ആവുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? പ്രത്യേകിച്ച് അയണൈസിംഗ് റേഡിയേഷൻ മൂലം അല്ലെ, അയണൈസിംഗ് റേഡിയേഷൻ മൂലം നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം? റേഡിയേഷൻ ഇൽനെസ് ഉണ്ടാവും അല്ലെ. റേഡിയേഷൻ ഇൽനെസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ക്യാൻസർ അല്ലെ. ക്യാൻസർ, മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരെ എന്തിന് കാരണമാകുന്നു? റേഡിയേഷൻ ലീക്കേജസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ചോർച്ച മൂലം നമുക്ക് എന്ത് സംഭവിക്കാം? ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളും മറ്റ് ഹെൽത്ത് ഇഷ്യൂസും വരാനായിട്ട് കാരണമാകുന്നു. ഓക്കെ, യെസ്. അടുത്ത റിസ്ക് എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എന്താണ്? പരിസ്ഥിതി മലിനീകരണം അല്ലെ. ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ കണ്ടാമിനേറ്റ് ദ എൻവയോൺമെന്റ് including soil, water and air. This pollution can cause long-term result on human health and the environment. എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻസിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ചോർച്ച മൂലം എന്തൊക്കെ മലിനമാകപ്പെടുന്നുണ്ട്? ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ചോർച്ച മൂലം എന്തൊക്കെ മലിനമാകുന്നുണ്ട്? മണ്ണ്, വെള്ളം അല്ലെ, ജലം, വായു ഒക്കെ എന്താണ് മലിനമാക്കപ്പെടുന്നു അല്ലെ. This pollution can cause long-term result on human health and environment. ഈ മലിനീകരണം എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരോഗ്യത്തിനെയും അതേപോലെ തന്നെ എന്താണ് പരിസ്ഥിതിയും ദീർഘകാല ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ലോങ് ടേം ആയിട്ടുള്ള ഇഫക്ട്സുകളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മണ്ണും വായുവും ജലവും ഒക്കെ എന്താണ് അതിനൊക്കെ മലിനമാക്കപ്പെട്ടാൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ സ്പില്ലേജ് വേസ്റ്റ്, പ്രത്യേകിച്ച് ഡേഞ്ചറസ് മെറ്റീരിയൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന മറ്റൊരു റിസ്ക് ആണ് എന്ത്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ അഥവാ പരിസ്ഥിതി മലിനീകരണം. ഓക്കെ, ഇനി ഒരു റിസ്ക് കൂടി ഉണ്ട്. എന്താണ്? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി.
Inappropriate handling and disposal of leakage waste may cause legal financial liability for the hospital and health care organization. എന്താ പറയുന്നത്? ലീഗൽ ആയിട്ടുള്ള നിയമപരവും സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനായിരിക്കും? ഒരു ഹോസ്പിറ്റല് പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടാവും? ആ ഹോസ്പിറ്റലിനെതിരെ ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കില്ല നമ്മള്, എടുക്കില്ലേ? യെസ്, അതായത് നമ്മൾ നിയന്ത്രിതമല്ലാത്ത രീതിയിൽ പ്രോപ്പർ ആയിട്ടല്ല ഒരു ഹോസ്പിറ്റല് വേസ്റ്റസ് നീക്കം ചെയ്യുന്നതെങ്കിൽ അതിനെന്താണ്? നിയമപരമായിട്ടുള്ള എല്ലാത്തരം ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലയബിലിറ്റി ഹോസ്പിറ്റലിൽ നല്ലൊരു ബേർഡൻ ആകാനായിട്ടൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? അതും ഒരു റിസ്ക് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽസ് ആ പ്രൊസീജിയേഴ്സ്, ഒരു വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം അതിന്റെ പ്രത്യേകിച്ച് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസ് അനുസരിച്ചുള്ള റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മള് പ്രത്യേകിച്ച് ഡേഞ്ചറസ് വേസ്റ്റസുകളും അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റസുകളും നീക്കം ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ്? ലീഗൽ ആയിട്ടുള്ള മറ്റ് വശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നേരിടേണ്ടി വരും. ഓക്കെ, അതും ഒരു റിസ്ക് ആണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ പഠിച്ച എന്താണ്? റിസ്ക് ആൻഡ് ഹസാർഡസ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. എന്തൊക്കെ അപകട സാധ്യതകളാണ് ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്? നമ്മൾ പഠിച്ച എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, കെമിക്കൽ എക്സ്പോഷർ മൂലം പലതരത്തിലുള്ള ഇറിറ്റേഷൻസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ഇഞ്ചുറീസ് അതായത് നമ്മുടെ മൂർച്ചയുള്ള വസ്തുക്കളുടെ ലീക്കേജസ് മൂലം എന്താണ്? പലതരത്തില് എന്താണ് മുറിവുകൾ ഉണ്ടാകാനും അതിലൂടെ എന്താണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനും കാരണമാകും. പിന്നെ റേഡിയേഷൻ എക്സ്പോഷർ മൂലം റേഡിയേഷൻ ഇൽനെസ്, ക്യാൻസർ മുതലായിട്ടുള്ള മറ്റ് മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നു. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെ, പ്രകൃതി നല്ല രീതിയിൽ മലിനമാക്കപ്പെടുന്നു അല്ലെ. നല്ല രീതിയിൽ മീൻസ് മണ്ണും ജലവും വായുവും ഒരേ രീതിയിൽ തന്നെ മലിനമാക്കപ്പെടുന്നതോടൊപ്പം തന്നെ മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ ഇത് ദോഷകരമാണ്. മാത്രമല്ല ഹോസ്പിറ്റലിന് ഇത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് ഹോസ്പിറ്റലിൽ നേരെ ഉണ്ടാകും. പിന്നെന്താണ്? എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന അപകട സാധ്യതകൾ എന്തുമായി ബന്ധപ്പെട്ട്? സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ക്ലിയർ ആണല്ലോ? HIV അറിയാവുന്നതുകൊണ്ടാണോ ടീച്ചർ എക്സ്പാൻഷൻ പറയാൻ? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണെന്ന് അറിയാലോ. പേരൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടാ മതി, വേറെ ഒന്നുമില്ല. നമ്മൾ പഠിച്ചത് റിസ്കുകളാണ് അല്ലെ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെക്കുന്നുള്ളൂ, എടുക്കുന്നില്ല. ഈ പഠിക്കാൻ പോകുന്ന എന്താണ്? സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ സ്രോതസ്സിലൂടെയാണ്, ഏതൊക്കെ സോഴ്സിലൂടെയാണ് ഹോസ്പിറ്റലിൽ ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവുന്നത്? അതാണ് ഞാൻ അടുത്ത് പഠിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ടീച്ചർ ഒന്ന് പറഞ്ഞു പോകണേ. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ്, ഏതൊക്കെ തരത്തിലാണ് വേസ്റ്റസ് വരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഉണ്ടായിരിക്കും? ബ്ലഡ് ഉണ്ടാവും, കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും, ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും, ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടാവും, മറ്റു അപകടകരമായിട്ടുള്ള വസ്തുക്കൾ. അങ്ങനെയാണ് അതിന്റെ ടൈപ്സ്. ഇനി ടൈപ്സ് പഠിച്ചതിന് ശേഷം ഓരോ ടൈപ്പും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതായത് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് നീക്കം ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയാണ്, കെമിക്കൽ ആണെങ്കിൽ അതെങ്ങനെയാണ് നീക്കം ചെയ്യണം, മറ്റത് അങ്ങനെ ഓരോന്നിനും നീക്കം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കൊടുക്കുമ്പോൾ എല്ലാ പ്രൊസീജിയറും ഒരേപോലെ തോന്നും. വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ കേട്ടോ. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഓരോ ഐറ്റംസ് നമ്മൾ നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻസ് ഇല്ലേ, അതായത് അതിൽ മാത്രം പേരുകളിൽ വ്യത്യാസമുണ്ട്, ബാക്കി പ്രൊസീജിയർ എല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പൊ എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay. Thank you.